അമേരിക്കൻ മസിൽ കാറുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവ കാഴ്ചയിലും എൻജിൻ ഔട്ട്പുട്ടിലും ഒരുപോലെ കരുത്തുറ്റവയാണ്. നമുക്ക് അവഗണിക്കാനാവാത്ത സാന്നിധ്യം. ഇൻഫാക്റ്റ് മലയാളികളെ ഹരം കൊള്ളിക്കുന്ന ചില മസിൽ കാർസ് ഉണ്ട്. ഉദാഹരണത്തിന് ഡോഡ്ജ് ചാർജർ, ഡോഡ്ജ് ചാലഞ്ചർ. എൻ്റെ അടുത്ത സുഹൃത്തായ സയ്യിദ് ഇവിടെ UAE-യിൽ ഒരു ഡോഡ്ജ് ചാലഞ്ചർ വാങ്ങി 6 മാസത്തേക്ക് നാട്ടിൽ കൊണ്ടുപോയപ്പോഴത്തെ പുകില് ഒരു ഉത്സവമായിരുന്നു. വി ലവ് ദ ഡോഡ്ജ് ചാലഞ്ചർ. ഈ ഒരു ഫാമിലിയിൽ നിന്നുള്ള 7-സീറ്റർ മിഡ് സൈസ് SUV ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഡോഡ്ജ് ഡുറാംഗോ. ഡോഡ്ജിനെ പറ്റി ഒരു കുഞ്ഞു ചരിത്രം. 111 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു ഓട്ടോമോട്ടീവ് മാനുഫാക്ചററാണ് ഡോഡ്ജ്. 1914, അതായത് 1-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്ന അതേ വർഷമാണ് ഡോഡ്ജിൻ്റെയും ചരിത്രം ആരംഭിക്കുന്നത്. ജോൺ ആൻഡ് ഹൊറേസ് ഡോഡ്ജ് ഇത് സ്ഥാപിക്കുന്നത് ഒരു ചെറിയൊരു ഓട്ടോമൊബൈൽ പാർട്സ് സപ്ലയറായിട്ടാണ്, ഫോർഡിനും മറ്റും. പക്ഷേ 1914 റിലയബിലിറ്റിക്ക് പേര് കേട്ട മോഡൽ 30 എന്ന കാറ് തന്നെ അവർ പുറത്തിറക്കി. അമേരിക്കൻ മസിൽ കാറുകളുടെ പര്യായമായി തീർന്ന ഡോഡ്ജിൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഇങ്ങനെ. ഡോഡ്ജ് ഡുറാംഗോയെ അടുത്തെറിയും മുമ്പ് ഒരു ചെറിയ പരിചയപ്പെടൽ. 27 വർഷം മുമ്പ് 1998 ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ അവതരിക്കുന്നത്. ഈ കഴിഞ്ഞ 27 കൊല്ലത്തിൽ 20 ലക്ഷം അഥവാ 2 മില്യൺ ഡുറാംഗോ വെഹിക്കിൾസാണ് സോൾഡായത്. പോപ്പുലാരിറ്റിക്കും ഡ്യൂറബിലിറ്റിക്കും ഒരു നല്ല സാക്ഷ്യം അതുമാത്രമല്ല, ഈ 27 കൊല്ലത്തിനിടയ്ക്ക് ആകപ്പാടെ 3 ജനറേഷൻ മാത്രമേ അവർക്ക് നിർമ്മിക്കേണ്ടി വന്നിട്ടുള്ളൂ. 2011 തേർഡ് ജനറേഷൻ വരുന്നത്. 2021 ഒരു ഫേസ് ലിഫ്റ്റ് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2025 ഡോഡ്ജ് ഡുറാംഗോ വേറിട്ട് നിൽക്കുന്നത് അവർ നൽകുന്ന ഫ്യൂവൽ എഫിഷ്യൻ്റ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള V6 and V8 എൻജിൻസിലൂടെയാണ്. പിന്നെ മോർ കാർഗോ സ്പേസ്, മോർ കംഫർട്ട് ഇൻ ദ തേർഡ് റോ, പിന്നെ അപ്ഗ്രേഡഡ് ടെക്നോളജി. നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന മോഡൽ ഡുറാംഗോയുടെ RT എന്ന ട്രിം ലെവലാണ്, അതായത് റോഡ് ആൻഡ് ട്രാക്ക്. പിന്നെ ഇതൊരു 4 വീൽ ഡ്രൈവ് അഥവാ ഓൾ വീൽ ഡ്രൈവ് ആണ്. റോഡ് ആൻഡ് ട്രാക്ക് ആയതുകൊണ്ട് തന്നെ ഓഫ് റോഡിങ് എബിലിറ്റീസിനേക്കാൾ പെർഫോമൻസ്, കൺട്രോൾ, കംഫർട്ട് ഇതിനൊക്കെയാണ് പ്രാമുഖ്യം. ബൈ ദ വേ, ഈ ഡുറാംഗോ എന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ, ജാങ്കോ എന്നൊക്കെ പറയുന്ന ആ ഒരു മാച്ചോ ഫീൽ ഉണ്ടെങ്കിലും ഡ്യുറാംഗോ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു നഗരത്തിൻ്റെ പേരാണ്. വളരെ റഗഡായിട്ടുള്ള ഈ സാൻ യുവാൻ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരം. അപ്പോൾ അതിൻ്റെ ഒരു റഗഡ്നെസ് കൊടുക്കാൻ വേണ്ടിയാണ് ഡ്യുറാംഗോ എന്ന് പേരിട്ടത്. സെവൻ-സീറ്റർ SUVസിൽ ഡോഡ്ജ് ഡുറാംഗോയെ ഒന്ന് വേറിട്ട് നിർത്തുന്ന ഒരു ഫീച്ചറാണ് ഈ ഹുഡ് സ്കൂപ്സ്. അതായത് ഇതിൻ്റെ സ്പോർട്സ് ട്രിമ്മുകളിൽ കാണുന്ന ഒരു പെർഫോമൻസ് ഫീച്ചറാണ്. ഫാമിലി അഡ്വഞ്ചർ റെഡി റൂഫ് റെയിൽസ്, 20-inch വീൽസ്. ഡോഡ്ജ് ചാർജർ ഒത്തിരി ആഗ്രഹിച്ച് ഫാമിലിക്ക് വേണ്ടി ഡുറാംഗോ വാങ്ങിക്കുന്നവർക്ക് RT ഒരു നല്ല ഓപ്ഷനാണ്. പുറമേ ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ് റോൾഡ് ഇൻ ടു വൺ ആണെങ്കിൽ ഉള്ളിൽ പ്രാക്ടിക്കാലിറ്റി ആൻഡ് കംഫർട്ട് റോൾഡ് ഇൻ ടു വൺ ആണ്. ടംബിൾ ആൻഡ് ഫോൾഡ്, മടക്കി ഒതുക്കി വയ്ക്കാവുന്ന സെക്കൻഡ് റോ സീറ്റ്, സ്പ്ലിറ്റ് ഫോൾഡ് സെക്കൻഡ് ആൻഡ് തേർഡ് റോ സീറ്റ്സ്, 50-ൽ പരം കാർഗോ ആൻഡ് സീറ്റ് കോൺഫിഗറേഷൻസ്. ആകെ മൊത്തം 2410 ലിറ്റർ കാർഗോ സ്പേസ്. പ്രോപ്പർ അഡൾട്ട് സീറ്റ്സ്. ഡോഡ്ജ് ഡുറാംഗോ RTയുടെ ഉള്ളിലേക്ക് കടന്നാൽ ഇതിനുള്ളിൽ ഒരു ക്ലാസിക് ഫീലാണ്, ഒരു ക്ലാസിക് സ്പോർട്ടി ലക്ഷറിയാണ് ഇതിനകത്തെ പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നത്. പാസഞ്ചേഴ്സിനെ പാമ്പർ ചെയ്യുന്ന കംഫർട്ട് ഫീച്ചേഴ്സാണ്. സീറ്റ്സ് ആണെങ്കിൽ 8-way ഇലക്ട്രിക് മൂവ്മെൻറ്റും ലംബാർ സപ്പോർട്ടും ഒക്കെ ഉള്ളവ. പിന്നെ അതുപോലെ തന്നെ വെന്റിലേറ്റഡ്, ഹീറ്റഡ് ആൻഡ് കൂൾ സീറ്റ്സ് ആണ്. എയർ കണ്ടീഷൻ സെറ്റിംഗ്സ് ട്രൈസോൺ ആണെന്ന് മാത്രമല്ല, പുറകിലേക്ക് ഒരു ഡെഡിക്കേറ്റഡ് കൺട്രോൾ പാനൽ തന്നെയുണ്ട്. സെക്കൻഡ് ആൻഡ് തേർഡ് റോ പാസഞ്ചേഴ്സിനായി റൂഫ് വെൻസ് വരെ ഉണ്ട്. ഫാമിലി ഡ്രൈവ്സ് ഒരു ഫെസ്റ്റിവൽ ആക്കാനാണെങ്കിലും തനിയെ ഇരിക്കുമ്പോൾ സോൺ ഔട്ട് ചെയ്യാനാണെങ്കിലും ഇതിലൊരു ഉഗ്രൻ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. 825 watt 19 സ്പീക്കർ ഹാമൺ കാർഡൻ മ്യൂസിക് സിസ്റ്റം വിത്ത് സബ്വൂഫേഴ്സ്. ഡോഡ്ജ് ഡുറാംഗോയിൽ ചില തോട്ട്ഫുൾ കംഫർട്ട്സ് ഉണ്ട്. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ ഉയർന്നിരിക്കുന്ന ഹെഡ് റെസ്റ്റ് കാരണം നമുക്ക് പുറത്തോട്ട് കാണാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ തേർഡ് റോ ഹെഡ് റെസ്റ്റ് ഫോൾഡ് ചെയ്യും.
സ്റ്റെലാൻറ്റിസിൻ്റെ പല ബ്രാൻഡുകളിലും കണ്ടുവരുന്ന യു കണക്ട് എന്ന മൾട്ടിമീഡിയ സിസ്റ്റമാണ് നമ്മുടെ ഡോഡ്ജ് ഡ്യൂറാംഗോയിലും കാണുന്നത്. അത് യു കണക്ട് 5 എന്ന വേർഷനിൽ എത്തി നിൽക്കുന്നു. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. മാത്രമല്ല ക്രിസ്റ്റൽ ക്ലിയർ 10.1 ഇഞ്ച് സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ നാവിഗേഷൻ ഗ്രാഫിക്സ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും നല്ല ഭംഗിയായിട്ട് തന്നെ കാണാം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ പേഴ്സണൽ സ്മാർട്ട് ഫോണിൽ സിങ്ക് ചെയ്യാം. മാത്രമല്ല 5 പ്രൊഫൈൽസ് വരെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഫോൺ ചാർജ് ചെയ്യാൻ വയർലെസ് ചാർജർ മാത്രമല്ല USB Type A and C പോർട്ട്സ് അവൈലബിൾ ആണ്. പിന്നെ ഈ പ്രാക്ടിക്കൽ ആൻഡ് കംഫർട്ട് ഫീച്ചേഴ്സ് മാത്രമല്ല ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഓണർക്ക് റോഡ് ആൻഡ് ട്രാക്ക് സപ്പോർട്ടിൽ വേണ്ട സർവത്രമാന ഇൻഫർമേഷനും ഇതിൽ അവൈലബിൾ ആണ്. പെർഫോമൻസ് പേജസ് എന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയുണ്ട്. പവറും ടോർക്കും ഒക്കെ കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. ബേസിക്കലി നമ്മുടെ കാറിൻ്റെ ഒരു ECG ഒക്കെ എടുക്കുന്ന പോലെ. കൊള്ളാമല്ലേ? ഒരു ഫാമിലി SUV എന്ന നിലയിലും ഒരു സ്പോർട്ടി SUV എന്ന നിലയിലും സേഫ്റ്റി ഫീച്ചേഴ്സ് കോംപ്രിഹെൻസീവ് ആണ്. അതായത് എയർ ബാഗ്സ് ആണെങ്കിൽ 7 എണ്ണം, ഫ്രണ്ട്, സൈഡ്, കേർട്ടൺ എയർ ബാഗ്സ്, ഓൾ 3 സീറ്റ്സ് കവർ ചെയ്യുന്ന കേർട്ടൺ എയർ ബാഗ്സ്. മാത്രമല്ല ഡ്രൈവർ സൈഡ് നീ എയർ ബാഗ്സ് കൂടിയുണ്ട്. എയർ ബാഗ്സും റിയർ വ്യൂ ക്യാമറയും മാത്രമല്ല, ഒരു കോംപ്രിഹെൻസീവ് ഇലക്ട്രോണിക് ഡ്രൈവർ അസിസ്റ്റൻസ് ഫീച്ചേഴ്സ് സിസ്റ്റം ഉണ്ട്. ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്, ലെയിൻ സെൻസ്, പാർക്ക് സെൻസ്, ബ്ലൈൻഡ് സ്പോട്ട് അലേർട്ട്, അങ്ങനെ ഇഷ്ടം പോലെ. കരുത്തുറ്റ കാറുകളുടെ ഡ്രൈവിംഗ് ക്വാളിറ്റീസിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ പവർ, പിന്നെ ആ പവറിൻ്റെ ആ ഫീല് നൽകുന്ന ശബ്ദം, അതുപോലെ തന്നെ വളവിലും തിരിവിലും റാമ്പിലും മറ്റും ഇത് ഹാൻഡിൽ ചെയ്യുന്ന രീതി, ആ ഒരു സ്പോർട്ടി സാറ്റിസ്ഫൈയിങ് ഡ്രൈവ്. ഡോഡ്ജ് ഡ്യൂറാംഗോ റേഞ്ചിലെ ഏതൊരു ട്രിം ലെവൽ എടുത്താലും പവറിന് ഒരു ക്ഷാമവും ഇല്ല. ഇപ്പോൾ ഈ ഒരു 5.7 ലിറ്റർ ഹെമി V8 എൻജിൻ നോക്കൂ. 360 ഹോഴ്സ് പവറും 529 ന്യൂട്ടൺ മീറ്റർ ടോർക്കും. ഇതിനെ 0 to 60 മൈൽസ് പെർ അവർ അഥവാ 96 കിലോമീറ്റർ സ്പീഡിൽ എത്തിക്കാൻ 6.2 സെക്കൻഡ്സ് മതി. ഇനി ഇതുപോരാ, കുറെ കൂടെ പവർ വേണമെങ്കിൽ ഗോ ഫോർ SRT. ഡോഡ്ജ് ഡ്യൂറാംഗോ SRT മോഡലിനെ ചലിപ്പിക്കുന്നത് ഒരു 6.2 ലിറ്റർ V8 ഹെമി സൂപ്പർ ചാർജ്ഡ് എഞ്ചിനാണ്. അതായത് 710 ഹോഴ്സ് പവർ, 0 to 60 മൈൽസ് പെർ അവർ ഇൻ 3.5 seconds. എന്തിന്? ബേസ് ട്രിമിലെ 3.6 ലിറ്റർ V6 പെൻറ്റാസ്റ്റാർ എഞ്ചിനും, അതും പേര് കേട്ട എഞ്ചിൻ തന്നെയാണ്. 294 ഹോഴ്സ് പവർ ഔട്ട്പുട്ട്. നൈസ്, ഉണർന്നു. റോഡിലും എസ്പെഷ്യലി ട്രാക്കിലുള്ള പെർഫോമൻസിനായിട്ട് ഇതിൽ മാനുവൽ പാഡിൽ ഷിഫ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ആ ഒരു സ്പോർട്സ് കാറിൻ്റെ ഫീല് ഈ RT വേർഷനിൽ കിട്ടുന്നുണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് കാവ്യാത്മകമാക്കി പറഞ്ഞാൽ, അതായത് ഇതിൻ്റെ കരുത്ത് ഇങ്ങനെ ഈ ഒരു കുത്തൊഴുക്കൊന്നുമല്ല. അതായത് യാതൊരു ബഹളവും ഇല്ല. ഈ ആഴമുള്ള തടാകങ്ങളിൽ പിന്നെ അലകൾ ഉണ്ടാവില്ല എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെ ശരിക്കും ആഴത്തിൽ പവർ കരുതി വെച്ചിരിക്കുന്ന പവർ ഹൗസസ് ആണ് ഇതിൻ്റെ ഈ 5.7 ലിറ്റർ 6.2 ലിറ്റർ എൻജിൻസ്. നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ കോരി കുടിക്കാം. ഡോഡ്ജ് ഡ്യൂറാംഗോയുടെ സസ്പെൻഷൻ സെറ്റിങ്സ് എടുത്തു പറയേണ്ട ഒന്നാണ്. ഇൻഫാക്ട് ഇതിൻ്റെ പ്രീമിയം ട്രിംസിൽ, SRT പോലെയുള്ള ട്രിംസിലൊക്കെ ബിൽസ്റ്റെയിൻ്റെ അഡാപ്റ്റീവ് സസ്പെൻഷൻസ് ആണ്, അടിപൊളിയാണ്. ഇൻഫാക്ട് ഈ RT മോഡലിലാണെങ്കിലും ഒന്നാം തരം സസ്പെൻഷൻ സെറ്റിങ്സ് ആണ്. വെരി കംഫർട്ടബിൾ, വെരി സ്മൂത്ത്. അതായത് ഒരു റോഡ് വിട്ട് ഇപ്പോൾ പക്കാ റോഡിൽ നിന്ന് നമ്മളൊന്ന് ഇറങ്ങി ക്രോസ് ചെയ്യണമെങ്കിൽ പോലും ഭയങ്കര കംഫർട്ടബിൾ റൈഡാണ്. അതുപോലെ തന്നെ പല ബംസ് ഒന്നും അറിയുന്ന പോലും ഇല്ല. ഇത്രയും പവർ നൽകുന്ന ഒരു V8 എഞ്ചിനിൽ നിന്ന് 7 കിലോമീറ്ററോളം ആവറേജ് ഫ്യൂൽ ഇക്കോണമി. വെരി ഗുഡ്. അപ്പോൾ വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഡ്രൈവിനൊടുവിൽ വേർഡിക്റ്റ് എന്താണ്? ഡോഡ്ജ് ഡ്യൂറാംഗോ RT പെർഫോമൻസും പ്രാക്ടിക്കാലിറ്റിയും ഒത്തുചേരുന്ന ഒരു നല്ല ഫാമിലി 7 സീറ്റർ SUV ആണ്. എൻതൂസിയാസ് എൻജോയ് ചെയ്യുന്ന ഡ്രൈവും ഫാമിലീസിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ലോങ് ലിസ്റ്റ് ഓഫ് കംഫർട്ട്സും ഒക്കെ ചേർത്ത് ഇതിൻ്റെ വില 2,19,900 ദിർഹമാണെന്ന് ഞാൻ പറയുമ്പോൾ അതിനും മേലെ ഉയർന്നു കേൾക്കുന്നത് ഈ പെർഫോമൻസ് സ്കൂപ്സിൽ നിന്നുള്ള V8 ഗർജനമായിരിക്കും.